എങ്ങടെ പോണേ? ആനേനെ കാണാൻ എങ്ങടെ പോണേ? മുമ്പ് അറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് തൊപ്പാരി എലഫൻറ്റ് ക്യാമ്പിലേക്കാണ് കൂർക്കിലെ. നമ്മൾ ഇന്നലെ കൂർക്കിലെത്തി. ഇന്ന് റൂം ചെക്കൗട്ടായിട്ടാണ് നമ്മൾ മോർണിംഗ് അവിടെ ക്യാമ്പിലേക്ക് പോകുന്നത്. 11:30 വരെ നമുക്ക് രാവിലെ എൻട്രി ഉള്ളൂ. അപ്പോൾ നമ്മൾ വേഗം കത്തിച്ച് വിട്ടിട്ടുണ്ട് എത്താൻ വേണ്ടിയിട്ട്. ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ റൂമിൽ ഇറങ്ങി. എലഫൻറ്റ് ക്യാമ്പ് ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് ഭാഗത്തേക്കാണ് റൂം എടുത്തത്. അപ്പോൾ നമ്മൾ കുറച്ച് റൺ ചെയ്യാം, 1 അവറിൻ്റെ അടുത്ത് റണ്ണിങ് ഉണ്ടായിരുന്നു. നമ്മൾ സമയത്തിന് ഇവിടെ എത്തി നമ്മൾ നടക്കുകയാണ്. നമ്മൾ ഈ സ്ഥലം സുജിത് ഭക്തൻ്റെ ഒരു വ്ളോഗിൽ കണ്ടതാണ്. കൂർഗ് പോകണമെന്ന് കുറേ കാലമായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഈ വേനൽക്കാലത്ത് കൂർഗ് പോയാൽ കൂർഗിൽ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇനി വേറെ ടൈപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ കണ്ട കൂർഗ് ഇങ്ങനെയല്ലേ. ഈ പുഴ കടന്ന് വേണം നമ്മൾ ക്യാമ്പിലേക്ക് പോവാൻ. നല്ല വെള്ളം ഉണ്ടാകുന്ന സമയത്ത് ബോട്ട് സർവീസ് ഉണ്ടാവും, പെയ്ഡായിരിക്കും. ഇതാകുമ്പോൾ ഇപ്പം നടക്കാൻ പറ്റുന്ന വെള്ളമേ ഉള്ളൂ. ചില സ്ഥലത്ത് മാത്രമായിട്ട് ഒഴുക്കുമുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നടന്നാൽ മതി. കുറേ ആൾക്കാർ വീഴുന്നുണ്ടായിരുന്നു. അവിടെ പോലീസ് ഉണ്ട്, ഗൈഡ് ഉണ്ട്, നമ്മളെ ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, ഒഴുക്കിൽ പെടാതിരിക്കാനും. ഇപ്പം പിന്നെ വലിയ ഒഴുക്കില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ നടന്നു. പിന്നെ അവിടെ ചെരുപ്പ് വാങ്ങിച്ച് വെക്കുന്ന സ്ഥലമുണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സനുവേട്ട് മാത്രമേ ഷൂട്ട് ഇടണമായിരുന്നു. നമ്മളത് ഒരു കൈ പിടിച്ചു. മലയാളികൾ പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ അവനാവശ്യമായി പൈസ ചിലവാക്കാറില്ലല്ലോ. നമ്മൾ അങ്ങനെ നടക്കുകയാണ്. പാറക്കൂടെയൊക്കെ നടക്കാം, വെള്ളത്തിലൂടെ നടക്കാം. നല്ലൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ എലഫൻറ്റ് ക്യാമ്പ് തിരഞ്ഞെടുത്തത് മോനെ ഇങ്ങനെ സൂവും എലഫൻറ്റും അങ്ങനെയൊക്കെ കാണിച്ചാണ് നമ്മളെ ട്രിപ്പ് മൂഡ് സാധാരണയായിട്ടുള്ളത്. അവന് പിന്നെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുഴയിൽ കൂടെ ചാടിയും മറിഞ്ഞൊക്കെ നമ്മൾ എത്തി. നല്ല രസമുള്ള സ്ഥലം. നമ്മൾ പോകുന്ന വഴിയാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ആളുകളുണ്ട്, നല്ല റഷായിരുന്നു. ലൈനായിട്ടൊക്കെ നമ്മൾ പോയി. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്.